എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹിന്ദി കഥയിലൂടെ ഹിന്ദി പഠിക്കാൻ പോവാണ്. നമ്മുടെ കഥയുടെ പേരാണ് ഗിൽഹരി ഓർ ചിടിയ. ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാറക്കണ്ണൻ, ചിടിയ എന്നാൽ പക്ഷി. ഗിൽഹരി ഓർ ചിടിയ, അണ്ണാറക്കണ്ണനും പക്ഷിയും. അപ്പം എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. एक नन्ही चिड़िया एक ऊंचे पेड़ पर अपना घोंसला बना रही थी. അർത്ഥം നോക്കാം. ഏക് ഒരു നന്നി ചിടിയ. ചിടിയ മീൻസ് പക്ഷി. ഇതൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതിന് മുന്നേ വന്നിരിക്കുന്ന വാക്ക് നന്നി എന്നത് ഒരു അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്. ചിടിയ സ്ത്രീലിംഗ ആയതുകൊണ്ട് വിശേഷണം സ്ത്രീലിംഗിലായിരിക്കണം. അതുകൊണ്ടാണ് നന്നി എന്ന് വന്നിരിക്കുന്നത്. നന്നി എന്ന വാക്കിനർത്ഥം ചെറിയ അല്ലെങ്കിൽ കുഞ്ഞ് എന്നൊക്കെയാണ് അർത്ഥം. നന്നി ചിടിയ മീൻസ് കുഞ്ഞു പക്ഷി അല്ലെങ്കിൽ ചെറിയ പക്ഷി. ഏക് ഊഞ്ചെ പേട് പർ, ഏക് ഒരു, ഊഞ്ച ഉയരം, പേട് മരം, പേട് പർ മരത്തിന്മേൽ. പേട് എന്ന വാക്കിനൊപ്പം പർ എന്ന കാരകം വന്നിരിക്കുന്നതുകൊണ്ടാണ് ഊഞ്ച എന്ന വാക്ക് ഊഞ്ചെ എന്നായി മാറുന്നത്. ഊഞ്ചെ പേട് പർ ഉയരത്തിലുള്ള മരത്തിന്മേൽ. एक नन्ही चिड़िया एक ऊंचे पेड़ पर, ഒരു ചെറിയ പക്ഷി ഒരു ഉയരമുള്ള മരത്തിന്മേൽ, അപ്ന ഗോൻസില, ഗോൻസില കൂട്, ഇതൊരു പുല്ലിംഗ് ശബ്ദമാണ്. അപ്പോൾ അതിന് മുന്നേ വന്നിരിക്കുന്ന അപ്ന എന്ന വാക്ക് അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്. അതുകൊണ്ട് പുല്ലിംഗിൽ തന്നെ ആവണം. അപ്ന ഗോൻസില സ്വന്തം കൂട് അല്ലെങ്കിൽ തൻ്റെ കൂട്. ബനാരഹീതി, ബനാന ഉണ്ടാക്കുക. ബനാരഹീതി എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പക്ഷിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് എൻഡിങ്ങിൽ ബനാരഹീതി എന്ന് വന്നത്. കാരണം പക്ഷി എന്ന വാക്ക് സ്ത്രീലിംഗാണ്. അപ്പോൾ ക്രിയയ്ക്കും സ്ത്രീലിംഗിൻ്റെതായ നിയമം ഫോളോ ചെയ്ത് വേണം ക്രിയയിലും വ്യത്യാസം വരുത്താൻ. ഈ വാക്യം ഒന്നുകൂടി നോക്കാം. ഏക് നന്നി ചിടിയ ഏക് ഊഞ്ചെ പേട് പർ അപ്ന ഗോൻസില ബനാരഹീതി. ഒരു കുഞ്ഞു പക്ഷി ഒരു ഉയരമുള്ള മരത്തിന്മേൽ തൻ്റെ കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. उसने बड़े ही ध्यान से घास, पत्ते और टहनियाँ इकट्ठी की और एक सुंदर घोंसला बनाया. അർത്ഥം നോക്കാം. ഉസ്നെ, ഉസ്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വഹ് പ്ലസ് നെ ആണ് ഉസ്നെ. ഇവിടെ വഹിൻ്റെ അർത്ഥം അവളെന്നാണ്, കാരണം ചിടിയ സ്ത്രീലിംഗാണ് നമ്മൾ പറഞ്ഞു. ഉസ്നെ അവൾ, ബഡേഹി ധ്യാൻസെ, ബഡേഹി എന്ന് പറഞ്ഞാൽ വളരെ എന്നുള്ള അർത്ഥമാണ്. ധ്യാൻ ദേന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ധ്യാൻസെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുകൊണ്ട്. ബഡേഹി ധ്യാൻസെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്. ഗാസ്, ഗാസ് മീൻസ് പുല്ല്. പത്തേ, പത്ത മീൻസ് ഇല, പത്തേ ഇലകൾ. ഓർ ടഹനിയാം, ഓർ മീൻസ് ആൻഡ് എന്നുള്ള അർത്ഥമാണ്. ടഹനിയാം, ടഹനി മീൻസ് ചില്ല, ബ്രാഞ്ച്. ടഹനിയാം ബ്രാഞ്ചസ്, ചില്ലകൾ. ഇക്കട്ടേക്ക്, ഇക്കട്ട കർണ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഈ സെൻറ്റൻസിൽ കർമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. പക്ഷെ ഇവിടെ ഒന്നിലധികം കർമ്മ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗാസ്, പത്തേ ഓർ ടഹനിയാം. ഗാസ് എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ്, പത്തേ എന്ന് പറയുന്നത് പുല്ലിംഗാണ്, ടഹനിയാം എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 3 കർമ്മും ഡിഫറെൻറ്റ് ജെൻഡർ ആണ്. അതുകൊണ്ട് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന കർമ്മിൻ്റെ ജെൻഡർ അനുസരിച്ചാണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. അതായത് ക്രിയയ്ക്ക് തൊട്ട് മുമ്പുള്ള കർമ്മ് അതിവിടെ ടഹനിയാമാണ്. ടഹനിയാം എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനാണ്. അപ്പോൾ ഇക്കട്ടി കീം, ഇക്കട്ടി കീം, കീക്ക് കുത്തു വന്നിരിക്കുന്നത് ടഹനിയാം എന്ന വാക്ക് സ്ത്രീലിംഗ ബഹുവചനായതുകൊണ്ടാണ്. ഉസ്നെ ബഡേഹി ധ്യാൻ സേ ഗാസ്, പത്തേ ഓർ ടഹനിയാം ഇക്കട്ടി കീ. അവൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പുല്ലും ഇലകളും ചില്ലകളും ശേഖരിച്ചു. ഓർ എക് സുന്ദർ ഗോൻസില ബനായ, ഓർ മീൻസ് കൂടാതെ, എക് സുന്ദർ ഒരു ഭംഗിയുള്ള, ഗോൻസില ബനായ, ഗോൻസില കൂട്, ബനായ ഉണ്ടാക്കി. ഇവിടെ ഗോൻസില പുല്ലിംഗാണ്, അതുകൊണ്ട് ബനായ, ബനാന ഉണ്ടാക്കുക, ബനായ ഉണ്ടാക്കി, ഗോൻസില ബനായ. ഗോൻസില പുല്ലിംഗായതുകൊണ്ടാണ് ക്രിയ പുല്ലിംഗായത്. ഒന്നുകൂടി നോക്കാം. ഉസ്നെ ബഡേ ഹി ധ്യാൻ സേ घास, पत्ते और टहनियाँ इकट्ठी की और एक सुंदर घोंसला बनाया. അവൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പുല്ലും ഇലകളും ചില്ലകളും ശേഖരിക്കുകയും ഒരു ഭംഗിയുള്ള കൂട് ഉണ്ടാക്കുകയും ചെയ്തു. ഉസി പേട് പർ എക് ബഡി ഗിൽഹരി रहती थी. ഉസി, ഉസി മീൻസ് അതേ, സെയിം. ഉസി പേട് പർ, പേട് മരം, പേട് പർ മരത്തിന്മേൽ.
അതേ മരത്തിന്മേൽ ഉസി പേട് പർ ഏക് ബഡി ഗിൽഹരി, ഏക് ഒരു, ബഡി ഗിൽഹരി, ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാറക്കണ്ണൻ. ഗിൽഹരി എന്ന വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് അതിന് മുമ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന അഡ്ജക്റ്റീവ് ബഡി എന്ന വാക്ക് സ്ത്രീലിംഗായിരിക്കണം. ബഡി ഗിൽഹരി വലിയ അണ്ണാറക്കണ്ണൻ, രഥീതി രഹന താമസിക്കുക, രഥീതി താമസിച്ചിരുന്നു. ഗിൽഹരി സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ക്രിയയും സ്ത്രീലിംഗായി മാറിയത്, രഥീതി എന്ന് വന്നത്. ഉസി പേട് പർ എക് ബഡി ഗിൽഹരി രഥീതി, അതേ മരത്തിന്മേൽ ഒരു വലിയ അണ്ണാറക്കണ്ണൻ താമസിച്ചിരുന്നു. ഗിൽഹരിനെ ചിടിയാ കാ ഗോൻസല ദേക്ക, ഗിൽഹരി അണ്ണാറക്കണ്ണൻ, ചിടിയ പക്ഷി, ഗോൻസല കൂട്, ദേക്ക കണ്ടു, ദേഖ്ന കാണുക, ദേക്ക കണ്ടു. ഇവിടെ കർത്താവ് അണ്ണാറക്കണ്ണൻ അല്ലെങ്കിൽ ഗിൽഹരിയാണ്, അത് സ്ത്രീലിംഗാണ്. പക്ഷെ ഇവിടെ അണ്ണാറക്കണ്ണൻ എന്ത് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ പക്ഷിയുടെ കൂട് കണ്ടു എന്ന് ഉത്തരവുണ്ട്. അപ്പം ഇവിടെ പക്ഷിയുടെ കൂടെന്നുള്ള വാക്കാണ് കർമ്മ. അപ്പം കർമ്മിനെ ബേസ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. ഇവിടെ ഗോൻസല എന്ന വാക്ക് പുല്ലിംഗ ആയതുകൊണ്ടാണ് ക്രിയയും പുല്ലിംഗായത്. ഗോൻസല ദേക്ക കൂട് കണ്ടു. ഇനി ചിടിയാക്ക ഗോൻസല, അവിടെ എന്തുകൊണ്ടാണ് കാ വന്നത്? പക്ഷിയുടെ കൂട് എന്ന് പറയുമ്പോൾ പക്ഷിയും കൂടുമായിട്ടുള്ള റിലേഷൻ കാണിക്കാൻ 3 കാരക, അതായത് കാ, കെ, കി, ഇതിലേതെങ്കിലും ഒരു കാരകാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് വസ്തുവായിട്ടാണ് നമ്മൾ റിലേഷൻ കാണിക്കുന്നത്, ആ വസ്തു സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ കാ വേണോ, കെ വേണോ, കീ വേണോ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗോൻസല പുല്ലിംഗ ആയതുകൊണ്ടാണ് കാ എന്ന കാരക ചേർത്തിരിക്കുന്നത്. ചിടിയാക്ക ഗോൻസല പക്ഷിയുടെ കൂട്. ഗിൽഹരിനെ ചിടിയാക്ക ഗോൻസല ദേക്ക, അണ്ണാറക്കണ്ണൻ പക്ഷിയുടെ കൂട് കണ്ടു, അതായത് പക്ഷിക്കൂട് കണ്ടു. അടുത്ത നോക്കാം. ഗിൽഹരി ബോലി യ ഗോൻസല മേരാ ഹോഗ, ഗിൽഹരി ബോലി, ഗിൽഹരി അണ്ണാറക്കണ്ണൻ സ്ത്രീലിംഗ ആയതുകൊണ്ടത് ബോലി, ബോൽന മീൻസ് പറയുക, ബോലി പറഞ്ഞു. ഗിൽഹരിക്ക് പകരം അവിടെ ഒരു പുല്ലിംഗ് ശബ്ദമായിരുന്നെങ്കിൽ ബോല എന്നാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഗിൽഹരി ബോലി അണ്ണാറക്കണ്ണൻ പറഞ്ഞു. പറഞ്ഞ ഡയലോഗാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യ ഗോൻസില മേരാ ഹോഗ, യ ഗോൻസില, ഗോൻസില കൂട്, യ ഗോൻസില ഈ കൂട്, മേരാ ഹോഗ, എന്തുകൊണ്ടാണ് മേര വന്നത്? ഗോൻസില പുല്ലിംഗ ആയതുകൊണ്ടാണ് മേര എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. എൻ്റെ കൂട്, ഹോഗ ആയിരിക്കും, യ ഗോൻസില മേരാ ഹോഗ ഈ കൂട് എൻ്റെ ആയിരിക്കും, അതായത് ഇത് പണിത് കഴിഞ്ഞ് ഈ കൂട് എൻ്റെ മാത്രമായിരിക്കും എന്ന് ഗിൽഹരി പറയുകയാണ്. ഗിൽഹരി ബോലി യേ ഗോൻസില മേരാ ഹോഗ, അണ്ണാറക്കണ്ണൻ പറഞ്ഞു ഈ കൂട് എൻ്റെ ആയിരിക്കും. ചിടിയ ഡർ ഗയി, ഉസ്നെ കഹാ നെയ് യെ മേരാ ഗോൻസില ഹെ, മേനെ മെഹനത് സെ ബനായ ഹെ. അർത്ഥം നോക്കാം. ചിടിയ പക്ഷി, ഇത് സ്ത്രീലിംഗ ആയതുകൊണ്ട് ഡർ ഗയി എന്ന വാക്ക് വെർബാണ്, അത് സ്ത്രീലിംഗിലാണ് വന്നിരിക്കുന്നത്. ഡർ ജാന എന്ന് പറഞ്ഞാൽ പേടിച്ചു പോവുക, ഡർ ഗയി പേടിച്ചു പോയി. ചിടിയ ഡർ ഗയി പക്ഷി പേടിച്ചു പോയി. ഉസ്നെ കഹാ, ഉസ്നെ കഹാ അവൾ പറഞ്ഞു. ഇവിടെ അവൾ എന്തു പറഞ്ഞു ഉത്തരവില്ല, കർമ്മ ഇല്ല എന്നാണെങ്കിൽ, കർമ്മ ഇൻവിസിബിൾ ആണെങ്കിൽ ക്രിയ പുല്ലിംഗ ഏകവചനത്തിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഉസ്നെ കഹാ അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നെയ് ഇല്ല, നെയ് മീൻസ് ഇല്ല. യ മേരാ ഗോൻസില ഹെ, യ ഇത്, മേരാ എൻ്റെ, ഗോൻസില ഹെ കൂടാണ്. യെ മേരാ ഗോൻസില ഹെ ഇതെൻ്റെ കൂടാണ്. ഗോൻസില പുല്ലിംഗ ആയതുകൊണ്ടാണ് മേരാ ഗോൻസില എന്ന് വന്നിരിക്കുന്നത്. മേനെ മെഹനത് സെ ബനായ ഹെ, മേനെ ഞാൻ, മെഹനത് മീൻസ് കഠിനാധ്വാനം അല്ലെങ്കിൽ പരിശ്രമം, മെഹനത് സെ മീൻസ് കഠിനാധ്വാനം കൊണ്ട്, ബനായ ഹെ ബനാന ഉണ്ടാക്കുക, ബനായ ഹെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ബനായ എന്ന് പറയുമ്പോൾ ആ ക്രിയ പുല്ലിംഗ ഏകവചനത്തിലാണ്, കാരണം ഇവിടെയും കർമ്മില്ല. മെഹനത് സെ എന്ന് പറയുന്നത് കർമ്മല്ല, ഞാൻ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അവിടെ എന്തുണ്ടാക്കിയതാണെന്നുള്ളത് ഇൻവിസിബിൾ ആയതുകൊണ്ടാണ് ബനായ ഹെ എന്നത് പുല്ലിംഗ ഏകവചനത്തിലായത്. മേനെ മെഹനത് സെ ബനായ ഹെ ഞാൻ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ചിടിയ ഡർ ഗയി, ഉസ്നെ കഹാ നെയ് യെ മേരാ ഗോൻസില ഹെ, മേനെ മെഹനത് സെ ബനായ ഹെ പക്ഷി പേടിച്ചു പോയി, അവൾ പറഞ്ഞു ഇല്ല ഇതെൻ്റെ കൂടാണ്, ഞാൻ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഗിൽഹരി ഹസി ഓർ കഹാ തും ചോട്ടി സി ചിടിയ മേ ബഡി ഗിൽഹരി, യെ ഗോൻസില മേരാ ഹി ഹോഗ. അർത്ഥം നോക്കാം. ഗിൽഹരി ഹസി, ഗിൽഹരി അണ്ണാറക്കണ്ണൻ, ഹസ്ന ചിരിക്കുക, ഹസ്ന എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹസി ചിരിച്ചു.
ഗിൽഹരി ഹസി, ഗിൽഹരി സ്ത്രീലിംഗം ആയതുകൊണ്ട് വെർബും സ്ത്രീലിംഗം. ഓർ കഹ, കഹ പറഞ്ഞു. ഇവിടെ ആ ലൈനിൽ എന്താ പറഞ്ഞെന്ന് കൊടുക്കാത്തത് കൊണ്ട്, കർമ്മില്ലാത്തത് കൊണ്ടാണ് ക്രിയ പുല്ലിംഗ ഏകവചനായത്, കഹ എന്ന് വന്നത്. ഗിൽഹരി ഹസി ഓർ കഹ, അണ്ണാറക്കണ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു. തും ചോട്ടി സി ചിടിയ, തും നിങ്ങൾ, ചോട്ടി സി, ചോട്ടി സി മീൻസ് ചെറിയ, ചിടിയ പക്ഷി, നിങ്ങൾ ചെറിയ പക്ഷിയാണ്. മേ ബഡി ഗിൽഹരി, മേ ഞാൻ, ബഡി ഗിൽഹരി വലിയ അണ്ണാറക്കണ്ണൻ. നിങ്ങൾ ചെറിയ പക്ഷിയാണ്, ഞാൻ വലിയ അണ്ണാറക്കണ്ണനും. ഏ ഗോൺസില മേരാഹി ഹോഗ, ഏ ഗോൺസില ഈ കൂട്, മേരാഹി എന്റെ തന്നെ, ഹോഗ ആയിരിക്കും. ഹി പ്രയോഗിക്കുന്നത് അത് തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. ഗിൽഹരി ഹസി ഓർ കഹ, തും ചോട്ടി സി ചിടിയ, മേ ബഡി ഗിൽഹരി, ഏ ഗോൺസില മേരാഹി ഹോഗ. അണ്ണാറക്കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെറിയ പക്ഷിയാണ്, ഞാൻ വലിയ അണ്ണാറക്കണ്ണനും. ഈ വീട് എന്റെ തന്നെ ആയിരിക്കും. ചിടിയാനെ കഹ, ഠീക് ഹൈ, ലേക്കിൻ പഹലെ ഏക് ഖേൽ ഖേൽത്തെ ഹൈ. हम दोनों जंगल में जाकर फल ढूंढेंगे, जो ज्यादा ढूंढेगा घोंसला उसका होगा. ചിടിയാനെ കഹ, പക്ഷി പറഞ്ഞു. ഠീക് ഹൈ, ഠീക് ഹൈ മീൻസ് ശരി. ലേക്കിൻ, ലേക്കിൻ മീൻസ് പക്ഷേ. പെഹലെ, പെഹലെ മീൻസ് ആദ്യം അല്ലെങ്കിൽ അതിനു മുന്നേ. ഏ ഖേൽ ഖേൽത്തെ, ഖേൽ കളി, ഖേൽന കളിക്കുക. ഏ ഖേൽ ഒരു കളി, ഖേൽത്തെ ഹേ കളിക്കാം. ആദ്യം നമുക്കൊരു കളി കളിക്കാം. ഹം ദോനോ ജംഗൽ മേ ജാക്കർ, ഹം ദോനോ നമ്മൾ രണ്ടുപേരും, ജംഗൽ മേം ജംഗൽ കാട്, ജംഗൽ മേം കാട്ടിൽ, ജാക്കർ പോയിട്ട്, ഫൽ ഡൂണ്ടെങ്കെ, ഫൽ മീൻസ് ഫ്രൂട്ട്സ് പഴങ്ങൾ, ഡൂണ്ടന അന്വേഷിക്കുക, ഫൽ ഡൂണ്ടെങ്കെ, ഡൂണ്ടെങ്കെ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്, അന്വേഷിക്കും. നമ്മൾ രണ്ടുപേരും അന്വേഷിക്കും എന്ന് പറയുമ്പോൾ ഹം എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഡൂണ്ടെങ്കെ എന്ന് വന്നത്. നമ്മൾ രണ്ടുപേരും കാട്ടിൽ പോയിട്ട് പഴങ്ങൾ അന്വേഷിക്കും. ജോ സ്യാദ ഡൂണ്ടേഗ, ജോ മീൻസ് ആരാണോ, സ്യാദ ഡൂണ്ടേഗ സ്യാദ കൂടുതൽ, ഡൂണ്ടേഗ അന്വേഷിക്കുന്നത്, ഗോൺസില ഉസ്കാ ഹോഗ, ഗോൺസില കൂട്, ഉസ്കാ ഹോഗ അവന്റെ ആയിരിക്കും. ഗിൽഹരി മാൻ ഗയി, ഗിൽഹരി അണ്ണാറക്കണ്ണൻ, മാന്ന എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, സമ്മതിക്കുക, എഗ്രി ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോ മാൻഗയി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. ഇവിടെ ഗിൽഹരി എന്ന വാക്കിനൊപ്പം വന്നിരിക്കുന്ന വെർബ് സകർമ്മ ക്രിയ അല്ല, അതായത് കർമ്മില്ലാത്തത് കൊണ്ട് ഇവിടെ ഗിൽഹരി എന്ന വാക്കിന്റെ ജെൻഡറിനെ ബേസ് ചെയ്തായിരിക്കും ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. അപ്പോ ഗിൽഹരി സ്ത്രീലിംഗ ആയതുകൊണ്ട് കർമ്മം സ്ത്രീലിംഗ ആവുന്നു. മാൻഗയി, ഗിൽഹരി മാൻഗയി അണ്ണാറക്കണ്ണൻ സമ്മതിച്ചു. വേ ദോനോ ജംഗൽ മേ ഭാഗേ और फल ढूंढने लगे. വേ ദോനോ മീൻസ് അവർ രണ്ടുപേരും, വേ മീൻസ് അവർ, ദോനോ രണ്ടുപേരും, വേ ദോനോ അവർ രണ്ടുപേരും, ജംഗൽ മേ കാട്ടിൽ, ഭാഗേ ഭാഗന ഓടുക, ഭാഗ ഓടി. ഇവിടെ വേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് എൻഡിങ്ങിൽ ക്രിയ പുല്ലിംഗ ബഹുവചനത്തിലാവുന്നു, ഭാഗേ. ഓർ ഫൽ ഡൂണ്ട്നെ ലഗേ, ഫൽ ഫ്രൂട്ട്സ്, ഡൂണ്ട്നെ ലഗേ മീൻസ് അന്വേഷിക്കാൻ തുടങ്ങി, ഡൂണ്ട്നെ ലഗേ അന്വേഷിക്കാൻ തുടങ്ങി. വേ ദോനോ ജംഗൽ മേ ഭാഗേ ഓർ ഫൽ ഡൂണ്ട്നെ ലഗേ, അവർ രണ്ടുപേരും കാട്ടിലേക്ക് ഓടി പഴങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ചിടിയ ചോട്ടി ദി ലേക്കിൻ വോ തേസി സെ ഫൽ ഡൂണ്ട്തി രഹി. ചിടിയ പക്ഷി, ചോട്ടി ധി മീൻസ് ചെറുതായിരുന്നു, ചോട്ടി ചെറുത്, ചോട്ടി ധി ചെറുതായിരുന്നു. ലേക്കിൻ, ലേക്കിൻ പക്ഷേ, വോ മീൻസ് വഹാണ് അവൾ, തേസീസെ, തേസി മീൻസ് സ്പീഡ്, തേസീസെ സ്പീഡിൽ വേഗത്തിൽ, ഫൽ ഡൂണ്ട്തി രഹി, ഫൽ ഫ്രൂട്ട്സ്, ഡൂണ്ട്തി രഹി മീൻസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ചിടിയ ചോട്ടി ദി ലേക്കിൻ വോ തേസീസെ ഫൽ ഡൂണ്ട്തി രഹി. പക്ഷി ചെറുതായിരുന്നു, പക്ഷെ അവൾ വേഗത്തിൽ പഴങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഗിൽഹരി ബഡി ദി ലേക്കിൻ ആരാം സെ ഫൽ ഖാത്തി രഹി. ഗിൽഹരി അണ്ണാറക്കണ്ണൻ, ബഡി ദി വലുതായിരുന്നു, ഗിൽഹരി ബഡി ദി അണ്ണാറക്കണ്ണൻ വലുതായിരുന്നു, ലേക്കിൻ പക്ഷേ, ആരാം സേ, ആരാം മീൻസ് വിശ്രമമാണ്, ഇവിടെ സാവകാശം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ആരാം സേ വിശ്രമിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ സാവകാശത്തിൽ, ഫൽ ഖാത്തി രഹി, ഫൽ ഫ്രൂട്ട്സ്, ഖാന കഴിക്കുക, ഖാത്തി രഹി കഴിച്ചുകൊണ്ടിരുന്നു. ഗിൽഹരി ബഡി ദി ലേക്കിൻ ആരാം സേ ഫൽ ഖാത്തി രഹി.
അണ്ണാറക്കണ്ണൻ വലുതായിരുന്നു, പക്ഷെ സാവകാശം പഴങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. അന്തമേം ജബ് ദോനോ വാപ്പസ് ആയേ തോ ചിടിയ കെ പാസ് യാദാ ഫൽ ദേ. അന്തമേം മീൻസ് അവസാനം, ജബ് ദോനോ, ജബ് മീൻസ് എപ്പോഴാണോ, ദോനോ രണ്ടുപേരും, വാപ്പസ് ആയേ, വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നത്, വാപ്പസ് ആയേത്തോ തിരിച്ചു വന്നപ്പോൾ, ചിടിയാ കെ പാസ് പക്ഷിയുടെ കൈവശം, കെ പാസ് മീൻസ് അരികിൽ, കൈവശം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ചിടിയാ കെ പാസ് മീൻസ് പക്ഷിയുടെ കയ്യിൽ, പക്ഷിയുടെ കൈവശം, സ്യാദ ഫൽദേ, സ്യാദ കൂടുതൽ, ഫൽദേ പഴങ്ങൾ ഉണ്ടായിരുന്നു. അന്ത് ജബ് ദോനോ വാപ്പസ് ആയേത്തോ ചിടിയാ കെ പാസ് സ്യാദ ഫൽദേ. അവസാനം രണ്ടുപേരും തിരിച്ചെത്തിയപ്പോൾ പക്ഷിയുടെ കൈവശം കൂടുതൽ പഴങ്ങൾ ഉണ്ടായിരുന്നു. ഗിൽഹരിക്കോ അപ്നി ഗൽത്തി കാ എഹ്സാസ് ഹുവാ. ഗിൽഹരിക്കോ അണ്ണാറക്കണ്ണന്, അപ്നി ഗൽത്തി, ഗൽത്തി മീൻസ് തെറ്റ്, ഗൽത്തി എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് അപ്നി ഗൽത്തി തന്റെ തെറ്റ്, കാ എഹ്സാസ് ഹുവാ, എഹ്സാസ് ഹോന എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക, ഓക്കെ, അനുഭവപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് തന്റെ തെറ്റ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റ് മനസ്സിലായി. ഗിൽഹരിക്കോ അപ്നി ഗൽത്തി കാ എഹ്സാസ് ഹുവാ, അണ്ണാറക്കണ്ണ് തന്റെ തെറ്റ് മനസ്സിലായി. ഉസ്നെ മാഫി മാംഗി और चिड़िया को उसका घोंसला वापस कर दिया. ഉസ്നെ മാഫി മാംഗി, ഉസ്നെ അവൾ, മാഫി മാംഗി, മാഫി മാപ്പ്, മാഫി എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. മാംഗന ചോദിക്കുക, മാംഗന എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മാങ്ക അല്ലെങ്കിൽ മാങ്കി. ഇവിടെ മാഫി സ്ത്രീലിംഗം ആയതുകൊണ്ട് വെർബും സ്ത്രീലിംഗിൽ വരുന്നു, അതുകൊണ്ടാണ് മാങ്കി. ഉസ്നെ മാഫി മാങ്കി, അവൾ മാപ്പ് ചോദിച്ചു. ഓർ ചിടിയാക്കോ, ചിടിയാക്കോ പക്ഷിക്ക്, ഉസ്കാ ഗോൻസല അവളുടെ കൂട്, വാപ്പസ് കർദിയ, വാപ്പസ് കർദേന എന്ന് പറഞ്ഞാൽ തിരിച്ചു നൽകുക, വാപ്പസ് കർദിയ തിരിച്ചു നൽകി. ഗോൻസല പുല്ലിംഗായതുകൊണ്ടാണ് എൻഡിങ്ങിൽ ദിയ, കർദിയ എന്ന് വന്നത്. ഉസ്നെ മാഫി മാങ്കി ഓർ ചിടിയാക്കോ ഉസ്കാ ഗോൻസല വാപ്പസ് കർദിയ, അവൾ മാപ്പ് ചോദിക്കുകയും പക്ഷിക്ക് അവളുടെ കൂടെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. चिड़िया गुश हो गई और उसने गिलहरी को भी अपने घोंसले में रहने का न्योता दिया. चिड़िया गुश हो गई, चिड़िया പക്ഷി, गुश हो गई സന്തോഷമായി, പക്ഷിക്ക് സന്തോഷമായി. चिड़िया गुश हो गई और उसने गिलहरी को भी, उसने അവൾ, गिलहरी को भी, गिलहरी അണ്ണാറക്കണ്ണൻ, ഗിൽഹരിക്കോ അണ്ണാറക്കണ്ണനെ, ഗിൽഹരി കോബി എന്ന് പറയുമ്പോൾ അണ്ണാറക്കണ്ണനെയും, അപ്പനെ ഗോൻസിലേമേ, അപ്പന ഗോൻസില മീൻസ് സ്വന്തം കൂട്, അപ്പന ഗോൻസില, ഗോൻസിലയുടെ കൂടെ മേ വരുമ്പോ ഗോൻസിലേമേ, മേം ഒരു കാരകാണ്, അപ്പൊ ഗോൻസില എന്ന വാക്കിന്റെ ഒപ്പം മേ വരുമ്പോ ഗോൻസിലേമേ എന്നാവും. അതുകൂടാതെ അപ്പന ഗോൻസില എന്നുള്ളത് അപ്പനെ ഗോൻസിലേമേം എന്നായി മാറുന്നു. അപ്പനെ ഗോൻസിലേമേയും സ്വന്തം കൂട്ടിൽ, രഹനേക്ക താമസിക്കാനുള്ള, രഹന താമസിക്കുക, രഹനേക്ക താമസിക്കാനുള്ള, ന്യോത്താദിയ, നോത്താദേന എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നാണ് അർത്ഥം. ന്യോത്താദിയ ക്ഷണിച്ചു. चिड़िया गुश हो गई और उसने गिलहरी को भी अपने घोंसले में रहने का न्योता दिया. പക്ഷിക്ക് സന്തോഷമാവുകയും അവൾ അണ്ണാറക്കണ്ണനെയും തന്റെ കൂട്ടിൽ നിൽക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. വേ ദോനോ അച്ഛേ ദോസ് ബൻ ഗേ और खुशी से रहने लगे. വേ അവർ, ദോനോ രണ്ടുപേരും, വേ ദോനോ അവർ രണ്ടുപേരും, അച്ഛേ ദോസ് ബൻ ഗയേ, അച്ഛാ ദോസ് മീൻസ് നല്ല കൂട്ടുകാർ, അച്ഛേ ദോസ് പ്ലൂറൽ ആവുമ്പോ അച്ഛേ ദോസ് നല്ല കൂട്ടുകാർ, ബൻ ഗയേ ആയി തീർന്നു. വേ ദോനോ അച്ഛേ ദോസ് ബൻ ഗയേ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാവുകയും, ഓർ ഖുഷി സേ രഹനെ ലഗേ, ഖുഷി ഹാപ്പി, ഖുഷി സേ സന്തോഷത്തോടെ, രഹനെ ലഗേ താമസിക്കാൻ തുടങ്ങി. വേ ദോനോ അച്ഛേ ദോസ് ബൻ ഗയേ ഓർ ഖുഷി സേ രഹനെ ലഗേ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാവുകയും സന്തോഷത്തോടെ താമസിക്കാനും തുടങ്ങി. ഏതൊരു കഥ വായിച്ചാലും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണപാഠം കിട്ടാറുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണപാഠം കിട്ടിയെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഒരു കണ്ടന്റുമായിട്ട് ഇനിയും കാണാം.